കോട്ടയത്ത് ഒരു വലിയ വമ്പൻ മുതലാളി ഉണ്ടായിരുന്നു. അദ്ദേഹം ഭയങ്കര കാശുകാരനാണ്. അപ്പം അദ്ദേഹത്തിനൊരു താല്പര്യം അമേരിക്ക ഒരു ഹോട്ടലുമായി അദ്ദേഹത്തിന് ബന്ധപ്പെട്ട് ആ ഹോട്ടലിലേക്ക് ഞണ്ട് ബിസിനസ് നടത്താമെന്ന് അദ്ദേഹത്തിനൊരു താല്പര്യം തോന്നി. സ്തോത്രം. അങ്ങനെ അദ്ദേഹം ആദ്യത്തെ ആ സാധനങ്ങൾ ഏകദേശം ഒരു 100 പെട്ടിയോളം ഞണ്ടിനെ അദ്ദേഹം ഇവിടുന്ന് കയറ്റി അമേരിക്കയ്ക്ക് അയച്ചു. അപ്പം അത് അമേരിക്ക വന്ന് അവിടുത്തെ അധികാരികൾ പോയി അത് കളക്ട് ചെയ്യാൻ വേണ്ടി ചെന്നപ്പം അവരെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ 100 പെട്ടിയും അടച്ചിട്ടില്ല. അപ്പോൾ ഇവര് വിചാരിച്ചു, ഈ അടയ്ക്കാതെ ഈ പെട്ടി ഈ ഷിപ്പിലൊക്കെ കയറ്റി ഇങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം പോകത്തില്ല, ഈ മുതലാളിയുടെ പൈസ പോകില്ലേ? അപ്പം ഇതിനകത്ത് എണ്ണത്തിനകത്തൊക്കെ പിന്നെ മിസ്റ്റേക്ക് ആണല്ലോ. ഉടൻ തന്നെ അവിടെ നിന്നുകൊണ്ട് തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ അവന്റെ അധികാരികളെ അറിയിച്ചു. അവർ പറഞ്ഞു ഉടൻ തന്നെ കോട്ടയത്തെ മുതലാളിയുമായിട്ട് നമുക്ക് ബന്ധപ്പെടണം. കാരണം എന്താ സംഭവിച്ചെന്ന് പിടുത്തല്ലോ, പുള്ളിയുടെ മിസ്റ്റേക്ക് ആണോ എന്താ പറ്റുന്ന ഒരു പിടിയില്ല. ഉടൻ തന്നെ മുതലാളിയുമായിട്ട് ബന്ധപ്പെട്ട് മറുപടി ചോദിച്ചു, മുതലാളി ഇന്നൊരു സംഭവം നടന്നിട്ടുണ്ടല്ലോ, ഒരൊറ്റ പെട്ടിക്ക് അടപ്പില്ലല്ലോ, എന്താ സംഭവിച്ചത്, എന്ത് പറ്റി എന്ന് ചോദിച്ചു. അപ്പം മുതലാളി തെല്ലും കൂസലില്ലാതെ പറഞ്ഞു, അത് എന്തായാലും ആട്ട് സാറേ, ഒരു കാര്യം ചെയ്യ് സാർ, അത് എടുത്ത് പുറത്തു വെച്ച് അതിന്റെ എണ്ണം ഒന്ന് തിട്ടപ്പെടുത്തിയിട്ട് എന്നെ ഒന്ന് തിരിച്ചു വിളിച്ചാട്ടെന്ന് പറഞ്ഞു. അപ്പം അവര് ഒരു പിന്നെ കൂസലും ഇല്ലാതെ ഈ മുതലാളി എന്തെങ്കിലും പറയുന്നേ, എന്തായാലും പോട്ടെ. അവരോടൊന്നും തന്നെ അതിന്റെ എണ്ണമൊക്കെ തിട്ടപ്പെടുത്തി നോക്കിയപ്പോൾ എന്തുവാ, കൃത്യമായിട്ട് അയച്ച കണക്ക് കറക്റ്റ് ഉണ്ട്, ഒന്നുപോലും പോയിട്ടില്ല. നേരെ മുതലാളി, മുതലാളി ഒരു ഒറ്റ എണ്ണത്തിന് പോലും കുറവില്ലല്ലോ, എന്നാ സംഭവിച്ചേ? ഇതിന്റെയൊക്കെ ഈ ഒരെണ്ണം പോലും പുറത്ത് ചാടി പോകാതിരിക്കാൻ വേണ്ടി മുതലാളി എന്നാ പരിപാടി എന്നിട്ട് കാണിച്ചു വെച്ചിരിക്കുന്നത്, ഇതിന്റെ ട്രിക്ക് എന്താ, അങ്ങനെ ഒന്ന് പറഞ്ഞു തന്നാല് ഞങ്ങൾക്കൂടി ഇതിങ്ങനെ ചെയ്യാമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ചോദിച്ചു. അപ്പോഴേ മുതലാളി ഒരു ചെറിയ നല്ലൊരു ചിരിയും ഒരു അട്ടഹാസത്തോടെ പുള്ളി പറഞ്ഞു, ഇത് പ്രത്യേകിച്ച് ഒരു ട്രിക്കോ ഒരു കഴിവോ ഒരു മാന്ത്രികമോ ഒരു ഒന്നും അല്ല, ഇത് ഞങ്ങളുടെ നാടിന്റെ പ്രത്യേകതയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഞണ്ട് ഏതെങ്കിലും വിധത്തിലൊന്ന് രക്ഷപ്പെടാൻ വേണ്ടി വലിഞ്ഞു പിടിച്ച് മുകളിലോട്ട് കയറുമ്പം പുറകെ നിന്നും മറ്റേ ഞണ്ട് പിടിച്ച് താഴോട്ട് വലിക്കും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഒന്നിനെ പോലും പുറത്ത് വിടാതെ വേണം എല്ലാത്തിനും അകത്തങ്ങ് പിടിച്ചിടുക. കയറുക കല പിടിക്കുക, കയറുക കല പിടിക്കുക. അപ്പൊ അതുകൊണ്ട് ഒറ്റ ഒരെണ്ണം പോലും പോയിട്ടില്ല. ഇത് കേട്ടപ്പോ ഇവർക്കും ചിരി തോന്നി. സ്തോത്രം. ഹല്ലേലൂയ. ഇതിന്റെ ആത്മീയ അർത്ഥം ഞാൻ പറയുന്നില്ല. സ്തോത്രം. അത് നിങ്ങൾ ഗ്രഹിച്ചു കൊള്ളുക. അതൊന്നും നമ്മുടെ ഇടയിൽ ആകാതെ വേണം ദൈവം നമ്മളെ